ഇപ്പം ഞങ്ങൾ എവിടേക്ക് പോകണമെന്ന് അറിയോ? ഞങ്ങൾ ചാവക്കാട് ബീച്ച് കാണാനാണ് പോണത്. അപ്പോൾ കുറേ നാളായി ഞങ്ങൾ പുറത്ത് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണൊന്ന് സാധിച്ചത്. അപ്പം ഞങ്ങളിപ്പോൾ കടൽ കാണാൻ പോവാണ്. കൂടെ എൻ്റെ ഫാമിലി ഉണ്ട്, അവരിപ്പോൾ കാണിച്ചു തരാം. ഒന്ന് തിരിയോ? അപ്പം ഇനി ബാക്കി വിശേഷം അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഓക്കെ. ഇതാണ് നമ്മുടെ ചെറിയ കുട്ടി ലിച്ചു. ഒരു ഹായ് പറഞ്ഞേ, ഒരു പ്ലേയിങ് കിസ് കൊടുത്തേ, കൊടുക്ക് പ്ലേയിങ് കിസ്. നമുക്കിപ്പോൾ വണ്ടി കിട്ടണത് ശോഭ സിറ്റിയിൽ അവിടെ നിന്ന് വണ്ടി കിട്ടാം. അപ്പം നമ്മളിപ്പോൾ ഓട്ടോ വിളിക്കാനായിട്ട് പോവാം. ഇവിടെ നിന്ന് ഇപ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോവാൻ. അപ്പോൾ ഇവിടെ ബസ്സില്ലാത്ത കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് ഓട്ടോയിലാണ് പോവുക. ഓട്ടോയിൽ പോയിട്ട് ശോഭ സിറ്റിയിൽ അവിടെ നിന്ന് ബസ് കയറുക. എന്നിട്ട് അവിടെ നിന്ന് നേരെ ബീച്ചിൽ അല്ലേ. അപ്പം ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ടേ മുതുവറയിലെത്തി. ഇനി മുതുവറയിൽ നിന്ന് ഞങ്ങൾ ചാവക്കാട് വണ്ടി കയറും. ലിച്ചു ഞങ്ങൾ ബസ് വരാനായിട്ട് വെയിറ്റിംഗ് ആണ്. ചാവക്കാട് ബസ് വണ്ടി കാണാനില്ല. അപ്പോൾ വണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കാം. ഞാൻ പറഞ്ഞില്ലല്ലോ, ഇതാണ് എൻ്റെ ചേട്ടനും ചേച്ചി. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പഴംപൊരി തിന്നുന്ന പഴമുണ്ടാ? മിച്ചു കുറേ നേരമായി വണ്ടി കാത്ത് നിൽക്കണേ. പക്ഷേ ബസ്സൊക്കെ വന്ന് പോകുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കിട്ടണില്ല. ബസ് കാത്തിട്ട് കുറേ നേരമായി ഇവിടെ ഇരിക്കണേ. ദേഷ്യം വരാം. വണ്ടിയൊന്നും കാണില്ല. വണ്ടികളൊക്കെ പോകുന്നുണ്ട്, പക്ഷെ അത് ഗുരുവായൂര്, കുന്നംകുളം ആ ബസ്സാണ് വരുന്നത്. ഒരെണ്ണം വരുന്നുണ്ട്. അത് ചാവക്കാടക്കാണോന്ന് അറിയില്ല. അല്ലാട്ടാ, അതെൻ്റെ ബാക്കിൽ കൂടെ ഒരെണ്ണം വരുന്നുണ്ട്. അപ്പം എങ്കിൽ നമ്മളവിടെ എത്തുമ്പോൾ ഒരു 5:30 ആവുന്ന തോന്നണത്. സൺസെറ്റ് കുറച്ച് നേരം ഇവിടെ ഇരിക്കണേ. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, ബീച്ചിൻ്റെ അവിടെ എത്തി. ഇനി നമ്മൾ ഫുള്ള് ഇറങ്ങാൻ പോവാണ്. അത് ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ചേച്ചിയും ചേട്ടനും കടയിൽ പോയിക്കാം. അപ്പോൾ അവർ വന്നിട്ട് വേണം നമുക്ക് കടലിലേക്ക് ഇറങ്ങാൻ. ഇവിടെ കുറെ പട്ടങ്ങളുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പട്ടൊക്കെ ഇവിടെ നിന്ന് മേടിക്കാം. പിന്നെ ഇവിടെ കുറേ കുതിരപ്പുറത്ത് കയറണ്. അപ്പം ഞങ്ങൾ കടലിലെത്തി, ചാവക്കാട് എത്തി. ഇങ്ങനെ കാണിച്ചിരുന്നു അവിടെ തിരിക്കും. ഇവിടെ നല്ല തിരിയാണ് കേട്ടോ. ഉണ്ട്. ഇത് നമ്മുടെ വെള്ളം വന്നതും നെച്ചുട്ടനും ഓടി. ഇതേ പിന്നെ രണ്ടാമത് ചേച്ചി ഇറങ്ങാൻ പോണ്. ഇങ്ങോട്ട് നോക്കിയേ. ചേട്ടൻ നിച്ചു ദേ വീണ്ടും വെള്ളത്തിൽ ഇറങ്ങാൻ പോണ്. വെള്ളം കണ്ടത് അവനോടും. എൻ്റെ അമ്മയും അമ്മാമ്മയും വരുന്നേ. അവര് ഒട്ടും വെള്ളത്തിൽ ഇറങ്ങില്ല.
ഉണ്ണി അങ്ങോട്ട് ഓടിപ്പോ അമ്മേരെ പേടിയുണ്ട് ഗേൾസ്. ഇത് അമ്മാമ്മ. ഇതിപ്പോ അമ്മി മോനും ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടാണ് വന്നത്. കുറച്ചങ്ങടെ ഫുള്ള് നനയില്ലോ നമ്മൾ കടലിലേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ബസ്സിൽ പോകേണ്ടതല്ലേ, ഈ നനഞ്ഞിട്ട് പോകാൻ ആർക്കും ഇഷ്ടമല്ല. അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടാണ് വന്നത്. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് കടലിലേക്ക്. നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. അമ്മീന്ന് വെച്ചിട്ട് അവന് വെള്ളം കണ്ടപ്പോൾ അവന് ഫുള്ള് ഇവിടെ തന്നെ ഇരിക്കും വെള്ളത്തിൽ. അവന് കയറാൻ സമ്മതിക്കണില്ല അവൻ. അയ്യോ മോശമായി വീഴ്ത്താൻ പറ്റിയില്ലല്ലോ. അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട്. ചേട്ടാ എന്റെ ഫോണോ? എന്താ പക്ഷെ എനിക്ക് മാറാൻ ഇവിടെ ഒരു ഗ്യാപ്പില്ല. ഇതന്നെ ഇട്ടിട്ട് ഇറങ്ങാനല്ല പോണേ, എറിയാനാ പോണേ. ചേട്ടാ അമ്മ വീഡിയോ അപ്പോൾ നമ്മൾ കണ്ടില്ലേ എന്തൊരു രസമാണ് തീരെയൊക്കെ വരുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വലിയ അങ്ങോട്ട് കുഴി പോലെയൊന്നും പറയാനില്ല. കാരണം കുറച്ചങ്ങോട്ട് അറ്റം വരെ നിരപ്പായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാനും കുളിക്കാനും ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ എൻ്റെ മോൻ അവിടെ ഇരിക്കുന്നുണ്ട് കണ്ടില്ല, 1.5 വയസ്സായിട്ടുള്ള അവന് ഇരിക്കാനും ഒക്കെ നല്ല സൗകര്യങ്ങളുണ്ട്. എന്തായാലും സൂപ്പർ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാരണം മേഘങ്ങളൊക്കെ മൂടി നിൽക്കുന്നുണ്ട്. സൺസെറ്റ് കാണാമോ? അതിനൊന്നും ഇരുത്താൻ പറ്റുമോ? അമ്മ അതിനെ തട്ടിടാനോ അവിടെ? അമ്മ അതിനെ തട്ടിടാനാ? Ciao.
ഹായ്, അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സൺഡേ സൺഡേ ഫണ്ടേ അതെ പറയും സൺഡേ ഫണ്ടേയാണ്. ഞങ്ങളത് കുറിച്ച് ചാവക്കാട് ബീച്ച് കടപ്പുറം കാണാൻ വന്നു. കുറേ ജനങ്ങളുണ്ട്. എല്ലാവരെയും അറിയുന്നില്ല, എന്നാലും എല്ലാവരും കണ്ടു. ഒക്കെ നനഞ്ഞു കുളിച്ചു. പിടിച്ചു കയറ്റാൻ വന്ന് തന്നെ വരെ നനച്ചു. അപ്പോൾ അപ്പൊ ഇത്രയുള്ള ഇനി അടുത്തൊരു വീഡിയോ ഞങ്ങൾ ഇനിയും വരും. ബൈ. ഇനി എന്തായാലും വരും.